അങ്ങനെ ഈ പ്രാവശ്യത്തെ അടിപൊളിയൊരു ടൂർ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഈ പ്രാവശ്യം പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആതിരപ്പള്ളി, വാഴച്ചാൽ, അതുപോലെ തന്നെ മലമ്പുഴ, പാലക്കാട് അങ്ങനെയുള്ള ട്രിപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 4 മണിയായപ്പോഴേ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി, സൂപ്പർ. അപ്പോഴേ ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. എല്ലാവർക്കും നല്ലൊരു സൂപ്പർ വീഡിയോയിലേക്ക് വണ്ടിയിലെ യാത്ര ഭയങ്കര ആസ്വാദകരമായിരുന്നു. അത് ആസ്വദിച്ചാണ് എല്ലാവരും പോകുന്നത്. അത്ര അടിപൊളി ഒരു യാത്രയാണ് ഈ ബസ്സിലുള്ള ഞങ്ങളുടെ യാത്ര. അതങ്ങ് കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരാശയാണ്. അതുപോലെ എല്ലാവരും, ചെറിയ കുട്ടികളും അതിൽ വലിയ ആൾക്കാർ വരെയും പ്രായമുള്ളവർ വരെയും ആസ്വദിച്ചാണ് ഈ യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ആ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കുവാനും അതുപോലെ തന്നെ ആ പരിപാടിയിൽ അതുപോലെ തന്നെ പങ്കെടുക്കുവാനും പറ്റുന്നവരുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും ആ യാത്ര. ഞങ്ങളുടെ യാത്ര കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അതിലെന്തുമാത്രം സന്തോഷകരമാണെന്ന്. പ്രഭാത ഭക്ഷണം ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ആതിരപ്പള്ളിയിലെത്തി. അവിടെ ഞങ്ങൾ ക്യൂവ് നിന്ന് ടിക്കറ്റ് എല്ലാവർക്കും എടുത്ത് പിന്നെ പതുക്കെ നടന്ന് എല്ലാവരും ആ വെള്ളച്ചാട്ടം കാണുവാനുള്ള ആഗ്രഹത്തിൽ നടന്നു. പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തമാശകളും കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് രാവിലെ സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷീണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു. നല്ല അതായിട്ട് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങിപ്പോന്നു. ഇതിനിടയ്ക്ക് രസകരമായ ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കൂടുതലും കുരങ്ങന്മാരുടെ വികൃതികളായിരുന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷകരമാക്കിയത്. പിന്നെ മലയണ്ണാൻ, അങ്ങനെയുള്ള പല ജീവികളെയും ഞങ്ങൾ കണ്ടു. എന്നിരുന്നാലും ആ യാത്ര ഒരു സന്തോഷമായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒട്ടുമുക്കാലും ആൾക്കാർ ആദ്യമായിട്ടാണ് പോയത്. പക്ഷെ കുറച്ച് പേര് 3-4 പ്രാവശ്യം വന്നവരുണ്ട്. ഞങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ടും ടൂർ പോകാനുള്ള ആഗ്രഹം കൊണ്ടും വീണ്ടും ഞങ്ങളുടെ കൂടെ വന്നവരുണ്ട്. എന്നാൽ അതൊന്നും അവർക്കൊരു മടുപ്പായിട്ട് തോന്നിയില്ല. അങ്ങനെ ആതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിലും പുറയില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയാം. അമ്മച്ചിയോട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയടാ. ഇടാ കുഞ്ഞെ, ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയാം. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന ഫോട്ടോ നിൽക്കുന്നൊക്കെ എടുക്കാൻ പറയാം. വാഴച്ചാൽ കഴിഞ്ഞ് പിന്നെ പറയില്ല ഫോട്ടോ എടുക്കാൻ. അവിടെ ഇരിക്കുവോ? ഇന്നലെ വന്നാ? നടന്ന് ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ നാരങ്ങ വെള്ളവും പെപ്സിയും കോളായും എന്ന് വേണ്ട എല്ലാ തരത്തിലെ വെള്ളങ്ങളും നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കുവാനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൗകര്യം എല്ലാം നല്ല സൂപ്പർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കാരണം മറ്റുള്ളിടത്തൊക്കെ പോയാൽ നമുക്ക് ബാത്റൂമിൽ പോകാനും വെള്ളം കുടിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാണും. കാരണം വൃത്തിയില്ലായ്മയാണ്. പക്ഷേ ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളായിരുന്നു. എല്ലാം നല്ല നീറ്റാണ്. അപ്പം നമുക്ക് ആഹാരം കഴിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും ഒക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇത്രയും അടുത്ത ഇടകളിൽ ഞാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോയപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയിലും നല്ല നീറ്റായിട്ടും കിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അത്ര നല്ല ഭംഗിയായിരുന്നു അതിലേക്കൂടെയുള്ള സഞ്ചാരം. നമ്മൾ നടന്ന് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല വഴിയാണല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കാം, ഇത് കാണാൻ എന്ത് ഭംഗിയാണ്, ഇവിടെ വരെ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴത്തേക്ക് പിന്നാണ് അതിലും രസം. കാരണം കുറേ സ്ഥലം നടക്കാനുണ്ട്. അത് മുഴുവനും കല്ല് പാകിയേക്കുന്നതാണ്. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും നടക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ടുള്ള കുത്തിറക്കങ്ങളാണ്. ഇച്ചിരി ബത്തപ്പാടാണ്. ഇറങ്ങിപ്പോയാലും കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. എന്ത് ചെയ്യും? അപ്പം എന്തായാലും കാഴ്ച കാണാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. നമ്മളിവിടെ വന്നതല്ലേ. എന്തായാലും ആരും മടിച്ചു നിന്നില്ല, എല്ലാവരും ഇറങ്ങി. എന്നാലും ഞങ്ങളുടെ കൂടെയുള്ള 1-2 അല്പപ്രായമുള്ളവരും ശാരീരികമായ അല്പ ക്ഷീണമുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാൽ നേരത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാത്തവരും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങണ്ട, വയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പേര് അവിടെ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും പോയി ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം നല്ലതായിട്ട് ആസ്വദിച്ചു കേട്ടോ. അതൊരു
പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമുക്ക് ആരോഗ്യവും നമുക്ക് സന്തോഷമുള്ള സമയങ്ങളിലേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണുവാനായിട്ട് പറ്റുള്ളൂ. നമുക്കവിടെ ശരീരം ക്ഷയിക്കുന്ന സമയങ്ങളിൽ, പ്രായമാവുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആഗ്രഹിച്ചാൽ പോലും ഇങ്ങനെയുള്ള നടപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പരിധി വരെയും പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോൾ അത് കണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങളും അതിലേക്കൂടെ പതുക്കെ കല്ല് പാകിയേക്കുന്ന ആ സ്ഥലത്തിൽ കൂടെ ഇറങ്ങി മെയിൻ സ്ഥലത്തിലേക്ക് എത്തി. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ നമുക്ക് ഈസിയാണ് കേട്ടോ. പക്ഷേ അതിൽ കയറി വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ നിന്നില്ല, പെതുക്കെ നടന്നിങ്ങി കയറി. ഒരിടത്ത് നമ്മൾ ഇച്ചിരി നേരം നിന്ന് പോയെങ്കിൽ നമുക്കൊരു ക്ഷീണം തോന്നും. അതുകൊണ്ട് ആ കയറ്റം കയറി വരുമ്പം തന്നെ പെതുക്കെ നടന്നിങ്ങ് ഞങ്ങൾ കയറുമായിരുന്നു ചെയ്തിരുന്നത്. ഒത്തിരി രസമുള്ളൊരു യാത്രയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുരങ്ങന്മാരൊക്കെ നമ്മളുടെ അടുക്കൽ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവർ തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കൈകളിൽ ഒരു സാധനവും ഇല്ലായിരുന്നു. ഞങ്ങളെ നോക്കിയിട്ട് വളരെ നിരാശരായിട്ട് അവരിയ്ക്കുന്നത് കാണാമായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പം വെള്ളം അധികം വരുന്നില്ലായിരുന്നു. പക്ഷെ തിരിച്ച് ഞങ്ങൾ കയറി വന്ന സമയത്ത് ഇഷ്ടം പോലെ വെള്ളം ആ സൈഡിൽ കൂടിയും വരുവാനായിട്ട് തുടങ്ങി. അതായത് ഞങ്ങളോട് അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഡാം തുറക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം ഈ പാറ കവിഞ്ഞ് ഒഴുകുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ചെന്ന സ്ഥലത്ത് ഈ 2 സൈഡിലേ ഉള്ളായിരുന്നു വെള്ളം വരുന്നത്. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് നല്ലതായിട്ട് അത് ആസ്വദിച്ചു. വെള്ളത്തിലിറങ്ങി അതുമല്ല കല്ലുകളിലൊക്കെ ചവിട്ടി പോകാനായിട്ട് ഒരു രസമായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ചവിട്ടിയില്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ പോകുവാനും ചെറിയ പ്രയാസങ്ങളൊക്കെ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പോയവർക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുമുണ്ട്. അപ്പോഴേ അല്പം ശ്രദ്ധയോടെ വേണം ഈ കല്ലുകൾ ചവിട്ടി നമ്മൾ ഇതൊക്കെ കാണുവാനായിട്ട് പോകാനായിട്ട്. ഈ വഴി അല്പ ദുർഘടമാണ്. നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധയോടെ വേണം അവിടെ നിൽക്കാനും ഇത് ആസ്വദിക്കാനും ചെയ്യേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ ഇവിടുന്ന് വെള്ളം വരുന്നില്ലായിരുന്നു കണ്ടോ. ഇപ്പം നോക്കിയാൽ ഞങ്ങൾ തിരിച്ച് കയറി വരാറായപ്പോഴത്തേക്ക് അവിടെ നിന്ന് നല്ല ശക്തമായിട്ട് വെള്ളം വരാൻ തുടങ്ങി. അപ്പോഴാ ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് അവിടെ നല്ലതായിട്ട് വെള്ളം വരാൻ തുടങ്ങിയത്. അത് നല്ല രസകരമായൊരു കാഴ്ചയായിരുന്നു. ചെറുതായിട്ട് വെള്ളം വന്ന് പിന്നെ നല്ല ശക്തിയോടെ അവിടെ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ ഈ പാറയുടെ മണ്ടയിൽ നിന്ന് ആദ്യമേ നമ്മൾ പോയത് ഈ പാറയുടെ മുകൾ ഭാഗത്തായിരുന്നു. പിന്നാണ് ഈ പാറയുടെ അടിയിൽ വന്ന് ഈ വെള്ളച്ചാട്ടം നമ്മൾ ആസ്വദിച്ചത്. അങ്ങനെ ഞങ്ങളതും കണ്ട് തിരിച്ചു നടക്കുമ്പോഴാണ് ഈ രസകരമായ കാഴ്ച. നോക്കിയേ, ഇവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തലയൊക്കെ നോക്കുകയും പേനെ പറക്കുകയും ഒക്കെ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ 3 പേര് നല്ലതായിട്ട് അവിടെ ഇരുന്ന് കണ്ടോ. അവരുടെ ആ ഇരിപ്പ് കണ്ടോ, എത്ര രസകരമായിട്ടുള്ള ഇരിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലർ വന്ന് ഞങ്ങളോട് വിശേഷം തിരക്കുന്ന രീതിയിൽ ഞങ്ങളെ നോക്കി നിൽക്കുകയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുകയും പിണങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോഴേ ഇവരെയും കണ്ട് തിരിച്ചുള്ള യാത്ര ഈ മുള കമ്പുകളിൽ പിടിച്ചാണ് തിരിച്ച് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇതിൽ പിടിച്ചുള്ള ഈ യാത്ര വളരെ രസകരമായിരുന്നു. ഭയങ്കര ദുർഘടമായ ഒരു വഴിയാണ്. ശ്രദ്ധയോടെ വേണം നമ്മൾ ഇതിലിറങ്ങി നടന്നു പോകാൻ. പ്രായമുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടാവും. മുട്ടിന് വേദനയുള്ളവരുടെ കാര്യം പിന്നെ പറയുകയൂടെ വേണ്ട. പിന്നെ ഞങ്ങൾ നടന്ന് കയറി വന്നിങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് മല എണ്ണാൻ്റെ കളികളായി. ഇവർ 2 പേരുണ്ട് കേട്ടോ. 2 പേരും വളരെ രസകരമായിട്ടുള്ള, ഇത് ഒത്തിരി അടുത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വന്നിരുന്ന് ഇവർ ഭയങ്കരമായിട്ട്, അതവിടെ സ്ഥിരം അങ്ങനെ ഉള്ളതായതുകൊണ്ടല്ലേ നമ്മളെ കണ്ടിട്ടും പേടിക്കാതെ അവർ സ്ഥിരമായിട്ട് നിന്ന് കളിക്കുന്നവരായുണ്ട്. അപ്പം അവരുടെ ആ രസകരമായ കളി കാണാനായിട്ട് വളരെ രസമായിരുന്നു. ഞങ്ങൾ ഒത്തിരി നേരം അത് ആസ്വദിച്ച് അവിടെ നിന്നു. കാരണം ഈ ജീവിയെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത്. അവരുടെ കളിയും ചിരിയും കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അവിടുന്ന് വരാനായിട്ട് ആർക്കും ഇഷ്ടമില്ല, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക്. നമ്മളൊക്കെ ഈ ചെറിയ അണ്ണാനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിപ്പമുള്ള അണ്ണാനെയും ഇത്രയും അടുത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുമായിരുന്നു.
പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഒത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തുറന്നൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. എന്നാലും എല്ലാ കടകളിലും കയറി നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും വിലയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരിക. ഒന്നും എടുക്കാനൊന്നുമല്ല, ചുമ്മാതെ ഓരോന്നിൻ്റെയും വില അറിയുക, ഓരോ കാഴ്ചകൾ കാണുക, പുതിയ സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ നമ്മുടെ ചിന്ത. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വാഴച്ചാൽ കാണാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ടായിരുന്നു. വണ്ടി ഇട്ട സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു ചെന്നു. അങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് രസകരമായ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ആ സ്വാഗതം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ മണ്ടയിൽ ഒരാൾ നമ്മളെ സ്വാഗതം പറയാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് അതിലേ അങ്ങോട്ട് നടന്നു. നമ്മൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം അല്പം കുറവായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളം അങ്ങനെ ഒത്തിരി ഉള്ളൊരു സീസൺ അല്ലല്ലോ, അപ്പോൾ ഉണക്കായ ഒരു സമയമല്ലേ, അപ്പം വെള്ളം അധികമില്ലായിരുന്നു. എങ്കിലും ആ കാഴ്ചകൾ കാണുവാനായിട്ടൊരു രസം ഉണ്ടായിരുന്നു. കാരണം അധികം വെള്ളം, ഞങ്ങൾ ഇത്രയും പോലും വെള്ളം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചല്ലായിരുന്നു വന്നിരുന്നത്. എന്നിരുന്നാൽ തന്നെയും മഴ ഇടയ്ക്കൊക്കെ പെയ്തുകൊണ്ടായിരിക്കും അല്പം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടുവോളം അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഇവിടെയൊക്കെ മറ്റുള്ളവർ നമ്മളോട് പറയുക, വാഴച്ചാൽ പോയിട്ടില്ലേ, അതിരപ്പള്ളി പോയിട്ടില്ലേ എന്ന് പറയുമ്പോൾ പോയിട്ടില്ല, അയ്യോ അവിടെ എന്ത് രസമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സ്വാഭാവികമായിട്ടൊരു ആഗ്രഹം കാണുമല്ലോ ഇവിടെയൊക്കെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങളും കുറച്ച് ആഗ്രഹമുള്ളവരെല്ലാവരോട് പോയതാണ് കേട്ടോ. എന്നിരുന്നാലും ഞങ്ങളുടെ യാത്ര അത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ചെന്നിടത്തൊക്കെ അല്പമൊക്കെ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ മടങ്ങി. പിന്നെ കൂടെ വന്നവർക്ക് ഒത്തിരി ഫോട്ടോസുകൾ എടുക്കാനും ഒത്തിരി സന്തോഷിക്കാനും ഒക്കെ കഴിഞ്ഞു. കാരണം പലരും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊരു യാത്ര അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇനി ഒരു ദിവസം വരാൻ പറ്റത്തില്ല. അപ്പോഴിപ്പോൾ വന്നത് എത്രയോ നന്നായി. കാരണം എല്ലാവർക്കും ഈ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ്. എന്തായാലും ഇവിടെയൊക്കെ വന്നാൽ കൂടുതലും നടന്ന് കാണാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. വളരെ രസകരമായ കാഴ്ചയും നടപ്പുമായിരുന്നു കേട്ടോ. അതിൽ നന്നായിട്ട് ഞങ്ങൾ വർത്തമാനം പറയുകയും ഒത്തിരി തമാശകൾ പറയുകയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും അവിടുത്തേതായ പുതിയ അറിവുകളും പഴയ അറിവുകളും എല്ലാവരും പറയുകയും എടുക്കുകയൊക്കെ ചെയ്തു. നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് മുമ്പ് വന്നവർ പറഞ്ഞു ഇതിനേക്കാളും സുന്ദരമാണ് വെള്ളം ഇച്ചിരി കൂടെ അധികമുള്ള സമയങ്ങളിൽ വന്നാൽ. ഇനിയിപ്പോൾ അത് നടക്കത്തില്ലല്ലോ, ഒരു പ്രാവശ്യം നമ്മൾ പോയി. അപ്പം നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ കാണുവാനായിട്ട് എല്ലാ വർഷവും നമ്മൾ ഇതുപോലത്തെ ഓരോ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തരും പുതിയ സ്ഥലങ്ങളാണ് പറയുന്നത്. കാണാത്ത പുതിയ സ്ഥലമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കാണാത്തതായ സ്ഥലത്ത് പോകാനാണ് താല്പര്യം. അപ്പോൾ ഇനിയും അടുത്തൊരു സമയത്ത് ഇനിയും അതിരപ്പള്ളിയിലല്ലേ വാഴച്ചാലിലെത്തുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടാണ്. കണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ചെറിയ നടത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇനി ഞങ്ങൾ ഉച്ചഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം തിരക്കിയാണ് പോകുന്നത്. അവിടെ ചെന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം അവിടെ ഇരുന്ന് എപ്പോൾ ചെല്ലാം എങ്ങനെ ചെല്ലാം എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ് അടുത്ത സ്ഥലത്തിലോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. നമ്മളോർക്കും ഈ സ്ഥലങ്ങളൊക്കെ എന്ത് കാഴ്ച കാണാനല്ലേ, കുറേ പാറക്കെട്ടുകളും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വെള്ളവും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളല്ലെന്ന്. പക്ഷേ അതല്ലെന്നേ, ഇതിൻ്റെ അകത്ത് ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്ര നമ്മുടെ മനസ്സിന് എത്ര ആനന്ദകരമാണെന്നറിയോ. നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് ഒത്തിരി കാലം നീണ്ടു നിൽക്കുന്ന നല്ല ഓർമ്മകളും നല്ല കാര്യങ്ങളും നല്ലതായ ചിന്തകളും നമ്മളിൽ ഉളവാക്കുവാനായിട്ട് കഴിയും. ഒത്തിരി മാനസിക സമ്മർദ്ദവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്നും വീട്ടിലെ പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾക്കും പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ ചെറിയൊരു സഞ്ചാരത്തിനായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വിനോദയാത്രയ്ക്കായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നേ. യാത്രയെ ഒരു ആഘോഷമാക്കി മാറ്റിയ ഞങ്ങൾ പിന്നെ എത്തിയത് കുത്താമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് AR എന്ന് പറയുന്ന തുണിക്കടയിലായിരുന്നു. വളരെ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ചില നാളുകൾ കൊണ്ടേ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഈ കടയിലൊന്ന് വരണമെന്നും കുറച്ച് സാരികളും തുണികളും ഒക്കെ ഞങ്ങൾക്ക് എടുക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പാലക്കാട്ടേക്കുള്ള ഒരു ടൂർ പ്രോഗ്രാം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഈ കടയിലെത്തി. ഇതിലെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഈ കടയെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഇവിടുത്തെ സ്റ്റാഫുകളുടെ സ്നേഹം, അതിലുപരിയായിട്ട് അവർ നമ്മളോട് കാണിക്കുന്ന ആ സമീപനം, ഏത് തുണി പറഞ്ഞാലും എടുത്തിടുകയും അത് നമ്മളെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ഒരു മടുപ്പുമില്ല കേട്ടോ. അവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എടുക്കുകയും ചെയ്യുന്നു. പിന്നെ അതിലുപരിയായിട്ട് അവിടുത്തെ ഉടമസ്ഥൻ്റെ കാര്യമാണ്, കട നടത്തുന്ന അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്ന രീതികൾ. ഒരു കടകളിലും നമ്മൾ ചെന്നിട്ട്
വന്നിട്ട് നമുക്ക് ലഭിക്കാത്ത ഓരോ കടകളിലൊക്കെ ചെല്ലുമ്പം ആ കടയുടെ ഉടമസ്ഥരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് അതുമല്ല അവർ കണ്ടാൽ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ലല്ലോ. അതേസമയം കാണണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും സ്റ്റാഫൊക്കെ അല്ലേ കാണുകയുള്ളൂ. ഈ കടയിൽ എപ്പോഴും ഇവർ സജീവമാണ്. അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഭയങ്കര. അത് ആര് ചെന്നാലും ആര് ചെന്ന് തുണിയെടുക്കാൻ ചെന്നാലും പ്രത്യേകം അവരെ വെൽക്കം ചെയ്യുകയും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും സംസാരിക്കുകയും ഭയങ്കര സ്നേഹത്തിൽ അവരോട് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ഒത്തിരി സമയം നമുക്ക് അവരുമായിട്ട് ചിലവഴിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോയവരെല്ലാം അവിടെ നിന്ന് തുണിയെടുത്ത് കേട്ടോ. ഒത്തിരി സന്തോഷമായിരുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. അവരുടെ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീണ്ടും നമുക്ക് അവിടെ പോകണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം എല്ലാവരും ക്ഷീണിച്ചു. അന്നേരം തന്നെ ഞങ്ങൾ അവിടെ കുത്താമ്പള്ളിയിലെ ഈ കടയുടെ തന്നെ ഓപ്പോസിറ്റുള്ള രതീഷിൻ്റെ ഒരു കടയുണ്ട്. ആ കടയിൽ കയറി ഞങ്ങളെല്ലാവരും നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഇരുന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് പോയത്. പക്ഷേ ആ ട്രിപ്പ് അത്ര സന്തോഷം തന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ അകത്തേക്ക് ഡാം കാണാനായിട്ട് ആരെയും ഇപ്പം കടത്തി വിടുന്നില്ല. അവിടെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്. എങ്കിലും ഞങ്ങൾ വിഷമിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എല്ലാം നടന്ന കടകളും കാര്യങ്ങളും എല്ലാം കണ്ടു. ഈ തുണിക്കടയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അങ്ങ് ക്ഷീണമായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയതല്ലായിരുന്നോ. പിന്നെ വലിയ കാഴ്ചകളൊന്നും കാണാനായിട്ട് വലിയ ആഗ്രഹങ്ങളൊന്നും ആർക്കും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, പിന്നെ അവിടുന്ന് ഒത്തിരി സാധനങ്ങൾ അവിടെ വാങ്ങിച്ചുമായിരുന്നു. ആ പഴയ കണ്ടത്തെ കടകളെല്ലാം തന്നെ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ അവിടുന്ന് മേടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കമായിരുന്നു. ആ മടക്കം വളരെ സന്തോഷകരമായിരുന്നു. അടിച്ചു പൊളിച്ചുള്ള പാട്ടും കാര്യങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ വിനോദ യാത്ര അവിടെ കൊണ്ട് പൂർണ്ണമായി. രാത്രി 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ എല്ലാ ഭവനത്തിൽ സുരക്ഷിതരായി എത്തി. അപ്പം ഈ യാത്ര കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ട്. ഒത്തിരി കാലത്തേക്ക് ഓർത്തിരിക്കാൻ നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഞങ്ങൾക്കുണ്ടായി. തുടർന്ന് ഇങ്ങനെയുള്ള നല്ല യാത്രകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രാവശ്യം പോകാനായിട്ടുള്ള സമയവും അല്ലെങ്കിൽ സ്ഥലവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഡിസംബറിനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിനും ഇടയ്ക്കായിട്ടുള്ളൊരു ദിവസത്തിലാണ് പോകുന്നത്. അമ്പലത്തിലെ ഉത്സവങ്ങൾ, പള്ളിയിലെ പെരുന്നാളുകൾ, മറ്റുള്ള കാര്യങ്ങൾ, പിള്ളേരുടെ പരീക്ഷകൾ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്. അതായത് അവരുടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലൊരു ദിവസം പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സന്തോഷമാക്കുവാനുള്ള ആളുകൾ അല്ലെങ്കിൽ അംഗങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ യാത്ര എത്ര സുന്ദരമാണ്. അതുകൊണ്ട് ഇനി ഒരു വർഷത്തെ അല്ലെങ്കിൽ 10 മാസത്തെ നീണ്ട ഒരു കാത്തിരിപ്പ് ഞങ്ങളിലുണ്ട്. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള രോഹിണി എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ് പിടിച്ചാണ് പോകുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അപ്പോഴിനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.